ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ കട്ടൻ ചായയിൽ തുടങ്ങുകയാണ് നമ്മുടെ ദിവസം. ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെയല്ല. കാരണം ഞാൻ തന്നെ നമ്മുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ വേണം എല്ലാം വീഡിയോ എടുക്കാനായിട്ട്. മോൻ കുഞ്ഞായത് കാരണം അവൻ്റെ കൈ ഷേക്കാകും. അപ്പം നമുക്ക് യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ സ്റ്റാൻഡും ഒക്കെ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് വീട്ടിലാണെങ്കിലും പുറമേ ആണെങ്കിലും യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിനോ അപ്ലോഡ് ചെയ്യുന്നതിനോ ഉള്ള ഒരു സപ്പോർട്ടുകളും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ അകലങ്ങളിലിരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ വേഗം യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയൊരു ജോലിയുണ്ട്. എൻ്റെ ജോലിക്ക് എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം കൂടി പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പയറൊക്കെ അരിഞ്ഞ് തോരൻ വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ തേങ്ങയും മുളകും പിന്നെ കറിവേപ്പില, സവോള, പയർ അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടത് തിരുമ്മി യോജിപ്പിക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഈ പയറുതോരന് ഉപ്പേരി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തോരൻ എന്നാണ് പറയുന്നത്. നമ്മൾ ആലപ്പുഴക്കാർ എല്ലാ വിഭവത്തിലും തേങ്ങ കൂടുതൽ ചേർക്കും. കാരണം നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് തേങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൂന കൂട്ടി തത്തിപ്പൊത്തി വയ്ക്കുക എന്ന് പറയും. എന്നിട്ട് ആ ആവിയിലിരുന്നിട്ട് വേണം ഈ തോരൻ വേവാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഒക്കെ കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു കറി എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പം ഒരു മുരിങ്ങയുടെ തണ്ട് ഒരു വീടിൻ്റെ മതിലിൻ്റെ പുറത്തൂടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഒടിച്ചുകൊണ്ട് പോന്നു. അപ്പം അത് മോൾക്കൊരു കറിയായിട്ടെന്ന് വിചാരിച്ച് മുരിങ്ങയില കറി വയ്ക്കുവാണ്. അതിനായിട്ട് ചുവന്നുള്ളിയാണ് വേണ്ടത്. എൻ്റെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കഷ്ണം സവാള എടുത്തു. മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, പിന്നെ തേങ്ങ, അതൊന്ന് നന്നായി മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഊരിയതുകൂടി ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് അരപ്പൊടി ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ആദ്യം വേവിച്ചിട്ട് പിന്നെ കടുക് വറുത്തൊഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും. നമ്മുടെ നാട്ടിൽ കടുക് വറുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കറി ഉണക്കമീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു കഷ്ണം സവോള, പിന്നെ തേങ്ങ, ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിന് മുന്നേ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെന്ത് വരുമ്പോൾ ഈ അരപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കലക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇങ്ങനെ ഈ കറി വയ്ക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിൽ ചേമ്പിടാറുണ്ട്, ചക്കക്കുരു ഇടാറുണ്ട്, മാങ്ങ ഇട്ട് വയ്ക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ വയ്ക്കും കേട്ടോ. അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ മീനും നമ്മുടെ കുടംപുളി പിന്നെ പച്ചമുളക് ഈ തിളച്ച് വരുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറുമാണ്. അതേപോലെ കറിവേപ്പില ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും കറി തിളയ്ക്കുമ്പോഴേ പച്ചമുളക് ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വാസനയും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ആ ഒരു കറിക്ക്. അപ്പോൾ ഇതെല്ലാം ആയിട്ട് ഞാൻ പോവുകയാണ്. കുട്ടികളെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും സ്കൂളിൽ വിടുന്നതും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ പിന്നെയും താമസിക്കും. അപ്പോൾ ഈ നേരം ആകും ഞാൻ തിരിച്ചു വരുമ്പോൾ കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.